നയസമീപനങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. അവർ കൈവയ്ക്കാത്ത ഒരു മേഖലയുമില്ല എന്നത് ഇടതുപക്ഷ സ്വഭാവവുമില്ല, ജനാധിപത്യ സ്വഭാവവുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ആ പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ അക്ഷീണം പ്രയത്നിച്ച ഈ സുധാകരൻ അടക്കമുള്ള കാലഘട്ടം സമ്പൂർണമായി സമ്പന്ന ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്നു. അധികാരത്തിൽ വരാനോ വിജയിക്കാനോ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ആ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കൊണ്ടുവരേണ്ടിയിരുന്നതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കേൾക്കുന്നില്ല. ഇപ്പോൾ ഒരു പുതിയ സ്ഥാനാർത്ഥി അത് അവതരിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ സാബു ജേക്കബ് ഓരോ കാലഘട്ടത്തിലും ഈ പ്രദേശത്തെ জনങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് അവരെ വഞ്ചിക്കുന്ന നയസമീപനങ്ങളുമായി പോകുമ്പോൾ അവർക്ക് আমাদের ভোটের প্রচারে কত মানুষ বেরোচ্ছে, পুলিশ প্রশাসন বেরোচ্ছে, মিলিটারি, কিন্তু এখানটায় কেরালায় দেখতে পাচ্ছ কোনো পুলিশ নেই, মিলিটারি নেই, কেউ নেই। সাধারণ লোকের সাথে মানে পুরো একদমই কোনো ঝুট ঝামেলা কোনো কিছু নেই। കൊടനാടിനെ ആർഎസ്എസിന്റെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കിട്ടിയ ഈ രാഷ്ട്രീയ ശൃംഖലയ്ക്കും ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി കൊടുക്കണം. അതിനുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിന് സാധാരണവട്ടെയും പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ സ്ഥാനാർത്ഥി പി സതീശൻ നമുക്കറിയാം, നാം അറിയുന്ന ലാളിത്യത്തിന്റെ പര്യായമായ നമുക്ക് ഏത് സമയത്തും ആശ്രയിക്കാവുന്ന നമ്മുടെ നമ്മുടെ പ്രിയ നേതാവ്. അതുപോലെ സജീന്ദ്രൻ നമുക്കറിയാം, ഏതൊരു ആവശ്യത്തിനും നമ്മളോടൊപ്പം മറ്റുള്ളവരുടെ നമ്മുടെ സ്വന്തം വേദനയെ ഏറ്റെടുത്ത് ആ വേദനയിൽ ചേർന്ന് വേദനിക്കുന്ന മാനവിക സംസ്കാരത്തിന് ഉദാഹരണമാണ് സജീന്ദ്രൻ. കാരണം ഈ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോ നമ്മൾ പക്ഷേ ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായം ഈ വാങ്ങിച്ചു കിട്ടിയ ജില്ല എറണാകുളം ജില്ലയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊണ്ടുവന്നൊരു നിയോജകമണ്ഡലം കാരണം ആരും ആവശ്യപ്പെട്ടാലും അത് സ്വന്തം വേദനയെ ഏറ്റെടുത്ത് അവരോടൊപ്പം നിർത്തിരിക്കാൻ അദ്ദേഹത്തിനാകുമായിരുന്നു. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പ്